വയനാടിൻ്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായവും ഒപ്പം വിസ്മയിക്കുന്ന ഒരു ചരിത്ര സംഭവവുമാണ് ലക്കിടിയിലെ ചങ്ങലമരവും കരിന്തണ്ടനും. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മലബാർ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും സുഗന്ധവ്യഞ്ജനങ്ങൾ സുഗമമായി കടത്താനും വയനാടൻ മലനിരകൾക്കിടയിലൂടെ ഒരു പാത അനിവാര്യമായിരുന്നു. എന്നാൽ ദുർഘടമായ കാട്ടുപാതകളും കുത്തനെയുള്ള മലനിരകളും ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ കുഴപ്പിച്ചു. ഈ ഘട്ടത്തിലാണ് പണിയ സമുദായത്തിൻ്റെ മൂപ്പനും കാടിനെപ്പറ്റി ആഴത്തിൽ അറിവുള്ളവനുമായ കരിന്തണ്ടൻ എന്ന യുവാവ് അവരുടെ സഹായത്തിനെത്തുന്നത്. കാടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടൻ ഇന്നത്തെ താമരശ്ശേരി ചുരത്തിൻ്റെ എളുപ്പവഴികൾ എഞ്ചിനീയർക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ താൻ കണ്ടെത്തിയ പാതയുടെ പേരും പ്രശസ്തിയും ഒരു ആദിവാസി യുവാവിന് ലഭിക്കരുത് എന്ന ദുഷ്ടചിന്തയോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടനെ വെടിവെച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ചതിയിലൂടെ കൊല്ലപ്പെട്ട ആ യുവാവിൻ്റെ ആത്മാവ് പാതകളിൽ അലഞ്ഞു നടക്കുന്നുവെന്നും യാത്രക്കാരെ ഭയപ്പെടുത്തുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായെന്നും അക്കാലത്ത് കഥകൾ പ്രചരിച്ചു. ഇത് പരിഹരിക്കാനായി ഒടുവിൽ ഒരു മന്ത്രവാദി ആത്മാവിനെ ആവാഹിച്ച് ലക്കിടിയിലെ ഒരു വലിയ ആൽമരത്തിൽ ഇരുമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്നതാണ് ഐതിഹ്യം. ഇന്നും ആ ആൽമരത്തിലെ തുരുമ്പിച്ച ചങ്ങലകൾ ചുറ്റിക്കിടക്കുന്നത് കാണാം. കാലം മാറിയപ്പോൾ മരം വളർന്നെങ്കിലും ചങ്ങല മരത്തിനൊപ്പം ഉയരത്തിലേക്ക് നീങ്ങിയതും ഒരു ചെറിയ വളയം പോലും മുറിഞ്ഞു പോകാതെ മരത്തോട് ചേർന്ന് നിൽക്കുന്നതും അത്ഭുതകരമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. വെറുമൊരു മിത്ത് എന്നതിലുപരി കോളനി ഭരണം തദ്ദേശീയരായ മനുഷ്യരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു എന്നതിൻ്റെ ചരിത്രപരമായ സാക്ഷ്യം കൂടിയാണ് ഈ മരം. കരിന്തണ്ടൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ആദിവാസി വിഭാഗങ്ങൾ ഇവിടെ പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട്. വയനാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു സഞ്ചാരിയെയും ഒന്ന് നിർത്തി ചിന്തിപ്പിക്കുന്ന നിഗൂഢമായ ഒരു സ്മരണയായി ഈ ചങ്ങലമരം ഇന്നും നിലകൊള്ളുന്നു. നിങ്ങൾ ഈ ചങ്ങലമരം കണ്ടിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ചരിത്ര സംഭവവുമായി വീണ്ടും കാണാം.